മഹാലക്ഷ്മി സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ദുർഗ ആകെ ഭയങ്കര വിഷമത്തോട് കൂടിയിട്ട് ഉണ്ണിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. എന്തായാലും ശരി, ഞാൻ മാർക്കയെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ദുർഗ മാർക്കയെ വിളിക്കാൻ നോക്കുമ്പോൾ ദുർഗയുടെ ഫോണിൽ നമ്പറില്ല. നിൻ്റെ കയ്യിൽ ഫോണുണ്ട്, മാർക്കോയുടെ നമ്പറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, എൻ്റെ കയ്യിൽ നമ്പറില്ല എന്ന് പറയുന്നു. നിൻ്റെ ഉണ്ണിയല്ലേ അവനെ കൊണ്ടുപോയിരിക്കുന്നത്, അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര വിശ്വാസമില്ലാത്ത, എന്ത് പറ്റിയോ എന്തോ എന്ന് പറഞ്ഞിട്ട് ദുർഗ ഇങ്ങനെ പരിതപിക്കുകയാണ് കേട്ടോ. അതേസമയം കരുണ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, നിങ്ങളുടെ മൂത്ത സന്തതി എന്തായാലും ഇന്നത്തോടു കൂടി അവസാനിച്ചു എന്ന് പറയണം. അമ്മ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്ന് പറയണം കേട്ടോ കരുണ. പക്ഷേ ആ ദുർഗയ്ക്ക് ഉറക്കം വരുന്നില്ല, എന്തെങ്കിലും ഒരു വിവരം അറിയണമല്ലോ. പിന്നീട് മാർക്കോ ഐസിഐ പോയി പോകണം കേട്ടോ. ഐസിഐ പോകുമ്പോൾ കണ്ണന് ബോധമൊക്കെ വന്നിട്ടുണ്ടാകും. എന്താണ് എന്ന് ചോദിക്കുമ്പോൾ വിഷവാതകമാണ്, ഇങ്ങനെ എന്നെ രക്ഷിക്കാൻ വേണ്ട അവനാണ് എന്നെ ശിക്ഷിക്കുകയും ചെയ്തത്, അവൻ എന്നെ ആയിരിക്കും എന്തെങ്കിലും ചെയ്തിരിക്കുന്നത് എന്ന് മാർക്കോ പറയണം കേട്ടോ. അതേസമയം ഞാൻ കണ്ണൻ സാറിനോട് ചോദിക്കുകയാണ്, അവനെ ഞാൻ വെറുതെ വിടില്ല, അവന് തക്ക ശിക്ഷ കൊടുക്കണം എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം കണ്ണൻ പറയുന്നുണ്ട്, ശരി നീ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്തു, ഒരിക്കലും അവർ നേരാവില്ല എന്ന് പറയണം. പിന്നീട് പുറത്ത് വന്ന് ലോപ്പസിനോട് ഇങ്ങനെ പറയണം കേട്ടോ, കണ്ണൻ സാറിനെ വിഷവാതകമാണ് കൊടുത്തിരിക്കുന്നത് AC-യിൽ വെച്ചിട്ട് എന്ന് പറയണം. അതേസമയം അത് അവനാണ് ചെയ്തിരിക്കുന്നത്, അവനങ്ങനെ കൊന്നു കളഞ്ഞേക്ക് എന്ന് പറയില്ല. ഞാൻ അവനെ എന്തായാലും വേണ്ടത് കൊടുക്കുക, അവൻ എന്തായാലും ഒറ്റയ്ക്കായിരിക്കില്ല ചെയ്തിരിക്കണം, അവൻ്റെ കൂട്ടാളികളും ഉണ്ടാകുമല്ലോ, അവരെയും കൂടി കാണട്ടെ, എന്തായാലും ലോപ്പസ് ഇവിടെ തന്നെ ഇരിക്കണം എന്ന് പറയണം കേട്ടോ. അതിനുശേഷം മാർക്കോ ഉണ്ണിയുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. ഉണ്ണിയുടെ അടുത്തേക്ക് വന്നിട്ട് ഉണ്ണിയോട് ചോദിക്കും, നീ നടന്നതുപോലെ പറയണം, എങ്കിൽ മാത്രമേ നിനക്ക് രക്ഷയുള്ളൂ. നിന്നോട് ആരാ ഇത് പറഞ്ഞത്, നീ ഒറ്റയ്ക്കല്ലാതെ ചെയ്തിരിക്കുന്നത്, ഇത് എന്താണ് ഇതിൻ്റെ കാര്യങ്ങളെന്ന് നീ പറ. കണ്ണൻ സാർ എന്തായാലും മരിച്ചിട്ടില്ല, നീ വിഷവാതകം AC-യിൽ ചേർത്തിയല്ലോ, അതെങ്ങനെയാണ് എന്താണെന്ന് ഇപ്പം പറയുമ്പോൾ ഞാനല്ല മാർക്കോ, ഞാനല്ലോ പറയും. അതേസമയം മാർക്കോ അങ്ങനെ കാലിൽ ചവിട്ടുമ്പോൾ അങ്ങനെ ജീവൻ പോവുകയാണ് കേട്ടോ. എന്നിട്ട് ഉണ്ണി അങ്ങ് വേഗം പറയണം കേട്ടോ, പരമമാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. ഓഹോ, പരമമാണ് അല്ലേ, അത് ശരി, നിനക്ക് ആരാ അത് പറഞ്ഞു തന്നത് എന്ന് ചോദിക്കേണ്ട കേട്ടോ. അതേപോലെ എന്നിട്ട് പറയുന്നുണ്ട്, പരമുവിനെ ഇപ്പം തന്നെ വിളിക്കണം, നീ വിളിച്ചിട്ട് പറയണം അയാൾ മരിച്ചു, അതിൻ്റെ ബാക്കി പൈസ തരാം, അതിന് വേണ്ടിയിട്ട് ഒരു സ്ഥലവും പറഞ്ഞു കൊടുക്കണം കേട്ടോ. അതേപോലെ തന്നെ മാർക്കോ ഫോൺ എടുത്തിട്ട് വിളിച്ചു കൊടുക്കണം, സ്പീക്കറിൽ ഇട്ട് കൊടുക്കണം. ഉണ്ണി ഒരു ഭാവദേപവും ഇല്ലാതെ വിളിക്കുകയാണ് കേട്ടോ. പരമ എന്തായാലും പൈസ കിട്ടുമല്ലോ, അതുകൊണ്ട് ശരി വരാ എന്ന് പറഞ്ഞിട്ട് സമ്മതിക്കുകയാണ് കേട്ടോ. പിന്നീട് മാർക്കോ പറയുന്നുണ്ട്, ഞാൻ അവരെ പോയി കണ്ടുവിട്ട് വരട്ടെ, അതിനുശേഷം ബാക്കി നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയുന്നു കേട്ടോ. പിന്നീട് ലോപ്പസ് കണ്ണനെ ഫോൺ കൊണ്ടുവന്ന് കൊടുക്കണം കേട്ടോ. കുറേ നേരമായി അമ്മ ഇതായി ഫോൺ അടിച്ചിരിക്കുന്നു പറയും. കണ്ണൻ നോക്കുമ്പോൾ ദുർഗയായിരിക്കും വിളിച്ചിരിക്കുക, അമ്മയാണ് വിളിച്ചിരിക്കുന്നത് പറയും. അവരും കൂടി അറിഞ്ഞുകൊണ്ടായിരിക്കും അല്ല ലോപ്പസേ, അമ്മയ്ക്ക് ഇപ്പോൾ ഭയങ്കര സ്നേഹമാണ് എന്നിങ്ങനെ പറയാൻ കേട്ടോ. പിന്നീട് കണ്ണൻ വിളിച്ചതും ദുർഗയ്ക്ക് ഭയങ്കര സന്തോഷമാകും കേട്ടോ. മോനെ കുഴപ്പമൊന്നുമില്ലല്ലോ, ആശുപത്രിയിൽ എത്തിയോ, എനിക്ക് ഉണ്ണിയല്ലേ നിന്നെ കൊണ്ടുപോയിരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു മോനെ കുഴപ്പമൊന്നുമില്ലല്ലോ ചോദിക്കും. ഇല്ല അമ്മേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ IC-യിലായിരുന്നു, ഇപ്പോൾ വാർഡിലേക്കായി, എനിക്ക് കുഴപ്പമൊന്നുമില്ല പറയും. അതേസമയം ദുർഗ പറയും, ഞാൻ ഇത്ര നേരം ഉറങ്ങിയിട്ടില്ല മോനെ, ഞാനൊന്ന് ഇനി കണ്ണ് അടച്ചോട്ടെ എന്ന് പറയും. ശരി അമ്മ കിടന്നോളൂ, ബാക്കിയെല്ലാം നാളെ വന്ന് അവിടെ പറയാം എന്ന് കണ്ണൻ പറയുകയാണ് കേട്ടോ. പിന്നീട് കരുണ ചോദിക്കും, കരുണയോട് ദുർഗ പറയുകയാണ് കേട്ടോ, കണ്ണനെ ഒരു കുഴപ്പമില്ല കേട്ടോ, കണ്ണൻ രക്ഷപ്പെട്ടു, നീ വിചാരിച്ച പോലെ ഒന്നും ആയില്ല എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഉണ്ണിയേട്ടൻ അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുക. അവിടെ ഉണ്ടാകുമല്ലോ, പിന്നെന്താ, അവൻ അവിടെ തന്നെ ഉണ്ടാകും, അവനുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുമല്ലോ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അതേസമയം കരുണ അങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഈ ഉണ്ണിയേട്ടൻ എന്ത് പരിപാടിയാണ് ചെയ്ത് വഴിയെ കൊണ്ടുപോയിട്ട് അങ്ങനെ കൊല്ലാതെ വീണ്ടും ആശുപത്രിയിൽ കൊണ്ടുപോയിരിക്കും, ഒക്കെ നശിപ്പിച്ചു എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അതേസമയം പരമോ കൂട്ടുകാരനും കൂടി വന്നിരിക്കുകയാണ്. മാർക്കോ അങ്ങനെ പോകുമ്പോൾ അവർ സന്തോഷത്തിൽ നിൽക്കുകയാണ്. ഇത്ര പെട്ടെന്ന് എന്തായാലും അനിയും പൈസയും കൊണ്ട് വന്നല്ലോ, ഇനി വല്ല പ്രശ്നമാകുമോ എന്തോ, അതൊക്കെ അവർ നോക്കിക്കോളും, നമുക്ക് പൈസ കിട്ടിയാൽ മതിയല്ലോ എന്ന് പറയണം കേട്ടോ. പിന്നീട് അവർ വരുമ്പോൾ പൈസ ചോദിക്കണം കേട്ടോ. ഹെൽമറ്റ് അഴിക്കാതെ ആയിരിക്കും വരിക, മാർക്കോ ആണെന്ന് അവർ കാണില്ല. മാർക്കോ അങ്ങനെ ചവിട്ടുകയാണ് കേട്ടോ. ചവിട്ടിയിട്ട് ഹെൽമറ്റ് വരുമ്പോഴാണ് മാർക്കോ ആണ് കാണുന്നത്. മാർക്കോ അവരെ അങ്ങനെ അടിക്കുകയാണ് കേട്ടോ. മാർക്കോയോട് അവർ കൈകൂപ്പി തൊഴുകയാണ് കേട്ടോ. വേണ്ടോ മാർക്കോ, വേണ്ട, ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിയതാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എൻ്റെ ആൾക്കാരാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ വീണ്ടും എന്തിനാണ് കൊട്ടേഷൻ സ്വീകരിച്ചത്, നിങ്ങളെപ്പോലെയല്ല, ഞാൻ നല്ല കൊട്ടേഷനേ ചെയ്യുള്ളൂ, ഒരാളുടെ നിന്നും 10 പൈസ വാങ്ങില്ല, ഇനി മേലിൽ നിങ്ങൾ എൻ്റെ ആൾക്കാരെ തൊട്ടിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് മാർക്കോ അവരെ പെരുമാറുകയാണ് കേട്ടോ.
അതിനുശേഷം മാർക്കോ ഉണ്ണിയുടെ അടുത്തേക്ക് പോവുകയാണ്. ഉണ്ണിയുടെ അടുത്ത് പോയിട്ട് പറ നീ സത്യമായിട്ട് പറയണം. ഇല്ല പറഞ്ഞാൽ നിനക്ക് ഭയങ്കര ഭവിഷ്യത്താണ്. നിനക്ക് ഇതാരാ പറഞ്ഞു തന്നത്, നീ ഇതെങ്ങനെയാണ്, നിനക്ക് എന്തായാലും പരമനെ അറിയില്ല, ഇതാരാ പറഞ്ഞു തന്നത് പറയുമ്പോൾ വാമദേവനാണ് എന്ന് പറയും. ഓഹോ, അവർക്ക് ജയിലിൽ കിടന്നിട്ടും ഇനിയും അവരുടെ പ്രശ്നങ്ങളൊന്നും തീർന്നിട്ടില്ല അല്ലേ, അവരെ ഞാൻ എന്തായാലും മുട്ടിലഴിക്കുക. ഏതായാലും നീ കണ്ണൻ സാറിന് അവർ കൊടുത്ത ശിക്ഷ തീർന്നു, കാലാവധി തീർന്നു, കണ്ണൻ സാറ് നടക്കാനും തുടങ്ങിയല്ലോ, ഇനി എന്തായാലും നിനക്കാണ് ശിക്ഷ നടപ്പാക്കുന്നത് എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ ഒരു ഇരുമ്പ് ദണ്ടുണ്ടാവും കേട്ടോ. അത് കണ്ടുകൊണ്ട് മാർക്കോട് പറയുന്നുണ്ട്, മാർക്കോ എന്നെ ഒന്നും ചെയ്യരുത് എന്ന് പറയണം കേട്ടോ. നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല, നീ വിഷവാതകം നിറച്ച് കണ്ണൻ സാറിനെയും മഹാലക്ഷ്മിയും നിങ്ങളെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ആ ഇരുമ്പ് ദണ്ടെടുത്ത് വായിൽ തുണി തുരുകിയതിന് ശേഷം മാർക്കോ ഉണ്ണിയുടെ കാല് എന്തായാലും അടിച്ച് പൊട്ടിക്കാനാണ് ഉള്ള ശ്രമത്തിലാണ് കേട്ടോ. എന്തായാലും ഉണ്ണിക്ക് തക്ക ശിക്ഷ തന്നെ മാർക്കോ കൊടുക്കും. അതിനുശേഷം കരുണയുടെ അടുത്ത് കൊണ്ടുപോയി ഉണ്ണി കണ്ണൻ ഉപയോഗിച്ച വീൽ ചെയറിൽ ഇനി ഉണ്ണിയുടെ ജീവിതകാലം മുഴുവനും ആ വീൽ ചെയർ ഉപയോഗിക്കാനുള്ള അവസരമാണ് നമുക്ക് മാർക്കോ ഉണ്ടാക്കി തരുന്നത് കേട്ടോ. ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.